ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വാട്ടർ കളർ ലാൻഡ്സ്കേപ്പാണ് ചെയ്യുന്നത്. കൂടാതെ വാട്ടർ കളർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി എന്തൊക്കെയാണെന്ന് കൂട്ടത്തിൽ നോക്കാം. ഇന്ന് നമ്മളൊരു ഹിൽ ലാൻഡ്സ്കേപ്പാണ് ചെയ്യുന്നത്. വളരെ മിനിമം കളറുകൾ മാത്രം ഉപയോഗിച്ചാണ് ഈ ലാൻഡ്സ്കേപ്പ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്കൈയുടെ ഭാഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പേപ്പർ ഒന്ന് നനയ്ക്കും. കാംലിൻ ആർട്ടിസ്റ്റ് വാട്ടർ കളറാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇതിൽ ഓറഞ്ച് എന്ന കളർ ഉപയോഗിച്ചിട്ട് നമുക്ക് ആദ്യം സ്കൈയുടെ ചില ഭാഗങ്ങൾ പെയിൻറ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ബിറ്റ് സ്കാർലറ്റ് ലേക്ക്, അതായത് റെഡ് കളർ കൂടി നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്. 2 ഇഞ്ചിൻ്റെ ഒരു നാച്ചുറൽ ഹെയർ ബ്രഷാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അടുത്തതായി കോബാൾട്ട് ബ്ലൂവും അതുപോലെ തന്നെ അൾട്രാമറൈൻ ബ്ലൂവും കൂടി മിക്സ് ചെയ്യാം. കുറച്ചുകൂടി വലിയ ഒരു സിന്തറ്റിക് ബ്രഷാണ് ഇതിന് ഉപയോഗിക്കുന്നത്. നാച്ചുറൽ ഹെയർ ബ്രഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ധാരാളം പെയിൻറ്റും അതുപോലെ തന്നെ ജലവും ഉൾക്കൊള്ളാൻ അതിന് സാധിക്കും. സ്കൈയുടെ ചില ഭാഗങ്ങളിൽ അത് കൊടുക്കാം. അതിനുശേഷം ഓറഞ്ചും ബ്ലൂവും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ഒരു ഡാർക്ക് ടോണ് നമുക്ക് മേഘങ്ങൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മളൊരു ചെറിയ മോപ്പ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ഒരു ആവറേജ് ക്വാളിറ്റിയുള്ള ഇന്ത്യൻ ഹാൻഡ് മെയ്ഡ് പേപ്പറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കൂടാതെ ഫാബ്രിയാനോ, കാൻസൺ, അതുപോലെ തന്നെ ബ്രസ്റ്റോ തുടങ്ങി അനവധി പേപ്പറുകൾ നമുക്ക് ലഭ്യമാണ്. സാധാരണ 300 GSM പേപ്പറാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഈ പേപ്പർ അതിലൊക്കെ വളരെ കുറവ് മാത്രം കനമുള്ള പേപ്പറാണ്. താഴെ ഭാഗം ലാൻഡ്സ്കേപ്പ് ലോണാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കാംലിൻ്റെ ഗംബോജ് ഹ്യൂ അല്ലെങ്കിൽ യെല്ലോ കളർ കൊടുക്കാം. കുറച്ച് ക്രീമി ആയിട്ടാണ് കളർ നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഒരു കൺസിസ്റ്റൻ്റ് നേച്ചർ ഈ കളറിന് ഉണ്ടാവും. സാപ്പ് ഗ്രീൻ എടുത്ത് ബാക്കി ഭാഗങ്ങൾ പെയിൻറ് ചെയ്യാം. ഒരേ നിറം തന്നെ നമ്മളെപ്പോഴും എടുക്കണമെന്നില്ല. നമുക്ക് ചെറിയ ചെറിയ നിറങ്ങൾ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഗ്രീനിന് ചെറിയ ഷെയ്ഡിൻ്റെ വ്യത്യാസങ്ങൾ കൊടുക്കാം. കുറച്ചുകൂടി ടോൺ വർദ്ധിപ്പിച്ചുകൊണ്ട് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഷെയ്ഡ് കിട്ടുന്ന രീതിയിൽ വാല്യൂ ഇൻക്രീസ് ചെയ്തിട്ട് പെയിൻറ്റ് മിക്സ് ചെയ്യാം. ഇവിടെ നമ്മൾ പശ്ചാത്തലം വെറ്റ് ആക്കുന്നില്ല, പകരം ഡ്രൈ ആയ സർഫേസിൽ നേരിട്ട് പെയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വാട്ടർ കളർ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. വെറ്റ് ഓൺ വെറ്റ്, അതായത് പേപ്പർ നനച്ചതിന് ശേഷം പെയിൻറ്റ് നമ്മൾ അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന രീതിയാണിത്. അതുപോലെ തന്നെ വെറ്റ് ഓൺ ഡ്രൈ, പേപ്പർ നനയ്ക്കാതെ ഡ്രൈ ആയ പേപ്പറിൻ്റെ പുറത്ത് ഡയറക്റ്റായിട്ട് പെയിൻറ്റ് ചെയ്യുന്ന രീതി. അതുപോലെ ഡ്രൈ ബ്രഷ് മെത്തേഡ്, അങ്ങനെ പല രീതിയിൽ വാട്ടർ കളർ നമുക്ക് ചെയ്യാൻ സാധിക്കും. കുറച്ചുകൂടി വാല്യൂ വർദ്ധിപ്പിച്ച് കൊണ്ടുവരിക, കൂടുതൽ പെയിൻറ്റ് എടുത്ത് ഉപയോഗിക്കാം. വിരിഡിയൻ ഹ്യൂ ആഡ് ചെയ്യുമ്പോൾ കളറിൽ വരുന്ന മാറ്റം ശ്രദ്ധിക്കുക. താഴെ ഭാഗം വരെ മുഴുവനായും ഫില്ല് ചെയ്യുക. അല്പം റെഡ് അല്ലെങ്കിൽ ഓറഞ്ച് ചേർത്ത് കഴിഞ്ഞാൽ കളർ കൂടുതൽ ഇരുണ്ടതായിട്ട് നമുക്ക് കിട്ടും. കോൺട്രാസ്റ്റ് വർദ്ധിക്കും തോറും ചിത്രം കൂടുതൽ മിഴിവുറ്റതായിട്ട് വരുന്നതായി കാണാൻ പറ്റും. ഓരോ ഒബ്ജക്റ്റിനെയും അല്ലെങ്കിൽ എലമെൻസിനെയും പ്രത്യേകം എടുത്തു കാണിച്ചുകൊണ്ട് ഒരു വ്യക്തത കൂടുതൽ ചിത്രത്തിന് വരുത്തുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഫസ്റ്റ് ലെയർ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷം കുറേ അകലെയായിട്ട് നമ്മൾ കാണുന്ന ഒരു മരക്കൂട്ടത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ പെയിൻറ്റ് ചെയ്യുന്നത്. ഇത്തരം ഭാഗങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രഷ് വർക്കിനനുസരിച്ചിട്ടാണ് അതിൻ്റെ റിസൾട്ട് കാണാൻ സാധിക്കുക. പച്ച നിറത്തിന് കുറച്ചുകൂടി ഡാർക്ക് ടോൺ കൊടുക്കുന്നതിന് വേണ്ടി ഒരല്പം റെഡ് ചേർത്ത് മിക്സ് ചെയ്യാം. സാധാരണ വാട്ടർ കളറിൽ നമ്മൾ ബ്ലാക്ക് കളർ ഉപയോഗിക്കാറില്ല, പക്ഷേ നല്ല കടുത്ത ഇരുണ്ട നിറം കിട്ടുന്നതിനൊരു ബിറ്റ് ബ്ലാക്ക് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ ചെറിയൊരു റെഫറൻസ് ഫോട്ടോയുടെ അടിസ്ഥാനത്തിലാണ് ഈ വർക്ക് ചെയ്യുന്നത്. മരത്തിൻ്റെ ഒരു ഭാഗം ഇവിടെ താഴേക്ക് വന്ന് നിലത്ത് തൊടുന്ന രീതിയിലാണ് കാണിക്കുന്നത്. വാട്ടർ കളറിനെ മറ്റ് മീഡിയങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ സുതാര്യതയാണ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ബ്ലാക്ക് അതുപോലെ തന്നെ വൈറ്റ് കളറുകൾ നമ്മൾ വാട്ടർ കളർ ചെയ്യുമ്പോൾ ഉപയോഗിക്കാറില്ല. പ്യുവർ വൈറ്റ് ആവശ്യമുള്ള ഭാഗങ്ങൾ നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുകയും പേപ്പറിൻ്റെ വെള്ള നിറം അതേപടി നിലനിർത്തുകയുമാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്ലാക്ക് കളർ കിട്ടുന്നതിന് അല്ലെങ്കിൽ ഡാർക്ക് കളർ കിട്ടുന്നതിന് വേണ്ടി മറ്റ് പെയിൻറ്റുകൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. ബ്ലാക്ക് മറ്റ് പെയിൻറ്റുകളോടൊപ്പം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ പെയിൻറ്റിൻ്റെ ഭംഗി കൂടി നഷ്ടപ്പെടുകയും അത് ഡേർട്ടി ആയി കാണപ്പെടുകയും ചെയ്യുന്നു. കളറിനെ ഫീഡാക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ബ്ലാക്ക് മറ്റ് കളറുകളുടെ ഒപ്പം ആഡ് ചെയ്യാത്തത്.
വാട്ടർ കളറിൽ വിവിധ നിറങ്ങൾ മിക്സ് ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വിശദമായൊരു വീഡിയോയുടെ ലിങ്ക് മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി തുടങ്ങിയ കളറുകളും വിവിധ ഇനം ഗ്രേ, അതുപോലെ ബ്ലാക്ക്, ഡാർക്ക് ടോണുകളും മിക്സ് ചെയ്യുന്നതിൻ്റെ വളരെ വിശദമായ ഒരു വീഡിയോ ഈ ലിങ്കിലൂടെ കാണാൻ സാധിക്കും. നമ്മൾ ചെയ്യാൻ പോകുന്ന പെയിൻറ്റിങ്ങിൻ്റെ എല്ലാ വശങ്ങളും കൃത്യമായി പ്ലാൻ ചെയ്തതിന് ശേഷം വളരെ പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നല്ലത്. വാട്ടർ കളർ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് വളരെയധികം കളർ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ കൂടി ഉണങ്ങി വരുന്ന സമയത്ത് വാട്ടർ കളർ വളരെയധികം ലൈറ്റായിട്ട് കാണപ്പെടും. അപ്പോൾ ഈ കാര്യം മനസ്സിൽ വെച്ച് വേണം എത്രത്തോളം പെയിൻ്റാണ് അല്ലെങ്കിൽ വാല്യൂ ആണ് നമ്മൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കേണ്ടത് എന്ന കാര്യം തീരുമാനിക്കേണ്ടത്. ഈ ഒരു ഭാഗത്ത് കുറച്ചുകൂടി ഡെപ്ത് കൊടുക്കുന്നതിന് വേണ്ടി ഒരല്പം കൂടി പെയിൻറ്റ് ചെയ്യാം. താഴെ ഭാഗത്തെ ഫിനിഷിംഗ് വർക്കാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. കടുത്ത നിറം ഉപയോഗിച്ചിട്ടാണ് ഈ ഗ്രാസിൻ്റെ ഈ ഭാഗങ്ങൾ ചെറിയ ബ്രഷ് ടച്ച് മാത്രമേ ഇവിടേക്ക് ആവശ്യമുള്ളൂ. ഇനി പെയിൻറ്റിങ്ങിനകത്ത് നമുക്ക് ഫിഗേഴ്സ് ആഡ് ചെയ്യാം. വളരെ ഡിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഫിഗറുകളായതുകൊണ്ട് വളരെ ലൈറ്റായിട്ടുള്ള ബ്രഷിൻ്റെ ഒരു ടച്ച് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. കളർഫുള്ളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഡീറ്റെയിൽസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മോപ്പ് ബ്രഷിൻ്റെ വളരെ ഷാർപ്പായിട്ടുള്ള എഡ്ജാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലാൻഡ്സ്കേപ്പിൽ നമ്മൾ ഫിഗറുകൾ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രൊപ്പോർഷൻ നിലനിർത്തിക്കൊണ്ട് ആയിരിക്കണം അത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഈ ഓവറോൾ സീനിൻ്റെ ഒരു അനുപാതം നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം ഫിഗറുകൾ നമുക്ക് സഹായകമായിരിക്കും. മറ്റൊരു ഫിഗർ കൂടി നമുക്കിവിടെ ആഡ് ചെയ്യാം. വേറെ ഒരു കളർ ഉപയോഗിച്ചിട്ട് അത് ചെയ്യാം. പെയിൻറ്റിങ്ങിൻ്റെ ഈ ഒരു ഭാഗത്ത് 2-3 തെങ്ങുകൾ നമുക്ക് വരച്ച് ചേർക്കാം. കൊബാൾട്ട് ബ്ലൂ വളരെ ലൈറ്റായിട്ട് എടുത്ത് അത് പെയിൻറ്റ് ചെയ്യാം. ബ്ലൂ കളറിൽ തന്നെയോ അത് മാത്രമായിട്ടോ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമുക്ക് മറ്റ് ഏത് കളറുകൾ വേണമെങ്കിലും അതിനായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മുടെ ഈ ഒരു പെയിൻറ്റിങ്ങിൽ പെൻസിൽ സ്കെച്ചിൻ്റെ പ്രാധാന്യം വളരെ കുറവാണ്. പക്ഷേ പെയിൻറ്റിങ് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് പെൻസിൽ സ്കെച്ച് ധാരാളം പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ഒബ്ജക്റ്റുകൾ കൂടുതൽ സ്പെസിഫിക് ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നല്ലൊരു സ്കെച്ച് എന്ന് പറയുന്നത് പെയിൻറ്റിങ്ങിൻ്റെ ഒരു അടിത്തറയാണ്. അതുകൊണ്ട് തന്നെ പെയിൻറ്റിങ്ങിൻ്റെ മുമ്പായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സീനിൻ്റെ ഒരു വാല്യൂ സ്കെച്ച്, അതായത് മെയിൻ പേപ്പറിൽ വരച്ച് പെയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ചെറിയൊരു പേപ്പറിൽ വരച്ച് ഷെയ്ഡൊക്കെ ഇട്ട് ഒരു വാല്യൂ സ്കെച്ച് തയ്യാറാക്കുന്നത് വളരെ നന്നായിരിക്കും. വാട്ടർ കളർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സൗകര്യാർത്ഥം ഏത് ബ്രഷ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ചെറിയ ബ്രഷുകൾ, അതുപോലെ മോപ്പ് ബ്രഷുകളുടെ സെറ്റ്, ബ്രസ്റ്റോയുടെ മോപ്പ് ബ്രഷിൻ്റെ ഒരു സെറ്റാണ്. അതിലുള്ള 1-2 ബ്രഷാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉപയോഗിച്ചത്. അതുകൂടാതെ സ്ക്വയർ ബ്രഷുകൾ ഉപയോഗിക്കാം. വലിയ ക്യാൻവാസൊക്കെ ചെയ്യുന്ന സമയത്ത് പശ്ചാത്തലമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വലിയ ബ്രഷ് കൊണ്ട് തന്നെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തെങ്ങിൻ്റെ തടിയുടെ ഭാഗം വരയ്ക്കുന്നതിനായിട്ട് വളരെ നേർത്ത ഒരു റിഗർ ബ്രഷാണ് ഉപയോഗിക്കുന്നത്. നേർത്ത ലൈനുകളും മറ്റും വരയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ബ്രഷാണിത്. ഇവിടെ നമ്മൾ ഈ ബ്രഷിൻ്റെ കൺട്രോൾ എത്രത്തോളമാണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ റിസൾട്ട് ഉണ്ടാവുക. തെങ്ങിൻ്റെ താഴെ ഭാഗത്ത് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ആഡ് ചെയ്യാം.
പെയിൻറ്റ് മിക്സ് ചെയ്യുന്ന സമയത്ത് പെയിൻറ്റിൻ്റെ അളവും വെള്ളത്തിൻ്റെ അളവും കൃത്യമായി സംയോജിപ്പിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന സീനിൻ്റെ ഇഫക്റ്റ് കൊണ്ടുവരത്തക്ക രീതിയിലാണ് ഇത് രണ്ടും നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ 1-2 ചെറിയ ഫിഗറുകൾ കൂടി നമുക്ക് ആഡ് ചെയ്യാം. വാട്ടർ കളർ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് രണ്ടാമതൊരു ചാൻസ് ഇല്ല എന്നുള്ളതാണ്. ഓയിൽ അതുപോലെ അക്രിലിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്തിട്ട് തുടച്ച് മാറ്റിയിട്ട് രണ്ടാമത് ചെയ്യാൻ പറ്റും. പക്ഷേ വാട്ടർ കളറിനെ സംബന്ധിച്ച് നമ്മൾ ബ്രഷ് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് നമുക്ക് മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ തിരുത്താൻ സാധ്യമല്ല. നമ്മൾ എത്രത്തോളം നന്നാക്കാൻ ശ്രമിക്കുന്നോ അത്രത്തോളം പെയിൻറ്റിങ് ഡള്ളാവുകയോ അല്ലെങ്കിൽ ഫെയ്ഡ് ആവുകയോ ആണ് ചെയ്യുക. അതുകൊണ്ട് കൃത്യമായ പ്ലാൻ നമ്മൾ ആദ്യം ഉണ്ടാക്കിയതിന് ശേഷം പിന്നീട് വളരെ പെട്ടെന്ന് പെയിൻറ്റ് ചെയ്ത് തീർക്കുന്നതായിരിക്കും നല്ലത്. വാട്ടർ കളർ പൊതുവെ ഒരു ടഫായ മീഡിയം ആയിട്ടാണ് അറിയപ്പെടുന്നത്. തുടക്കത്തിൽ എല്ലാവരും വാട്ടർ കളർ പരിശീലിക്കുമെങ്കിലും അതിൽ തുടർന്നു പോകുന്ന ആളുകൾ വളരെ കുറവാണ്. നമ്മൾ വരച്ച ഫിഗറുകളിൽ ചെറിയ ചില ടച്ച് വർക്കുകൾ കൂടി നോക്കാം. ഏറ്റവും ഫ്രണ്ട് ഭാഗത്തായിട്ട് നമുക്കൊരു ഫിഗർ കൂടി വ്യക്തമായി തന്നെ പെയിൻറ്റ് ചെയ്ത് ചേർക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഏതാണ്ട് ഈ വർക്കോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു പെയിൻറ്റിങ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വാട്ടർ കളറുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സജഷൻസ് അതുപോലെ മറ്റ് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റുകളായി ചേർക്കാൻ മറക്കരുത്. തുടർന്നുള്ള വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.